ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോണത് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്, ഒരു ടെക്നിക്കാണ് പറയാൻ പോണത്. നമ്മൾ മറ്റുള്ളവരുടെ മൈൻഡും കൂടി റീഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. മറ്റുള്ളവർ എവിടെയായിരിക്കും ട്രേഡ് ചെയ്തത് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അങ്ങനെ ഒരു ടെക്നിക്ക് എന്നും പറയാം, ഒരു മെൻറ്റാലിറ്റി എന്നും പറയാം ഇതിന്. അപ്പോൾ ഞാൻ അതാണ് പറയാൻ പോണത്. നമുക്ക് ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിൾസ് നോക്കാം. ഇതൊരു HDFC എക്സാമ്പിളാണ്. രാവിലെ തന്നെ ഇത് ഓപ്പണായി. 5 മിനിറ്റ്സിന് ക്യാൻഡിലാണ്, ഞാൻ വോളിയം ക്യാൻഡിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു HDFC ഇവിടെ നെഗറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും നെഗറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും നെഗറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലായി ഇവിടം വരെ. ഈ 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇത് താഴോട്ട് പോയില്ല. ഇവിടെ ഒരുപാട് പേര് ബ്രേക്ക് ഔട്ടിന് ട്രേഡ് എടുത്തിട്ടുണ്ടാവും, ശരിയല്ലേ? കുറേ പേര് ഇവിടെ സെല് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു? നേരെ ഓപ്പോസിറ്റ് മൂവായി. ഇവിടെ നമ്മുടെ വ്യൂ ആപ്പിനെ ടച്ച് ചെയ്ത് ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ട് പിന്നെ ഇങ്ങോട്ട് മേലോട്ട് പോകാൻ വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ പേര് ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും. അവർ ഓപ്പോസിറ്റ് നമ്മൾ ട്രേഡ് എടുക്കും. അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തു 23.05 അങ്ങനെയൊക്കെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇവിടെ ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രാപ്പ് ആവണവരെ നമ്മൾ വേഗം ട്രാപ്പ് എവിടെ ആവണോ, എവിടെ ആൾക്കാർ കൂടുതൽ ട്രേഡ് ചെയ്തിട്ടുണ്ടാവും അതിന് ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ഇടും, അതെടുക്കാൻ നോക്കാം. നമുക്ക് പെട്ടെന്ന് ഭയങ്കര മൂവ്മെൻറ്റ് കിട്ടും. ഉദാഹരണം പറയുന്നത് ഇതിൽ തന്നെ വേറൊരു ഉദാഹരണം പറയുന്നത്, അത് പെട്ടെന്ന് മേലോട്ട് മൂവ്മെൻ്റ് ആയി. ഇവിടെ ആൾക്കാർ മേടിച്ചവർക്ക് ഇവിടെ പ്രോഫിറ്റ് എടുത്തു, തിരിച്ചു വന്നു. ഇവിടെ ഒന്ന് പോകണ്ടോ വി വാപ്പിന് ഇവിടെ കുറേ റെസിസ്റ്റൻസ് ചെയ്ത് നിന്നു. ഒരു ക്യാൻഡിൽ മേലോട്ട് വന്നു, ഇതാണ് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ, വേറെ ക്യാൻഡിൽ മേലോട്ട് വന്നു. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ മേടിച്ചിട്ടുണ്ടാവും, കാരണം ഇത് മേലോട്ട് ഇവിടെ വരെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പെട്ടെന്ന് വേറൊരു റെഡ് ക്യാൻഡിൽ വന്നു താഴോട്ട്. അപ്പോൾ നമ്മളിവിടെ സെല് ചെയ്യും, കാരണം ഇവിടെ കുറേ പേര് ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ നൈസ് മൂവ്മെൻറ്റ് ഇവിടെ വരെ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് കിട്ടും, വളരെ നല്ല പ്രോഫിറ്റും കിട്ടും. അതാണ് ഈ രീതിയിൽ ട്രേഡ് ചെയ്യൽ ഗുണം. ഒരു വേറെ ഉദാഹരണം എടുക്കണമെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ഉദാഹരണം ഇല്ല, കാരണം ബ്രേക്ക് ഔട്ട് താഴോട്ട് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ അവരെ കൂടെ തന്നെ ട്രേഡ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരും. ഇത് വേറെ ഒന്നത്തിലാണ്, ഇതിനും അത്രയ്ക്കും ഓപ്പർച്യൂണിറ്റി ഡൗൺ ആയി, പിന്നെ മേലോട്ട് വന്നു, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ എല്ലാവരും ട്രേഡ് ചെയ്തിട്ടുണ്ടാവും, മേലോട്ട് പോയി പ്രോഫിറ്റ് എടുത്തു, ശരിയല്ലേ? ഇവിടെ ഓപ്പർച്യൂണിറ്റീസ്, ഇവിടെ അതെ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ അതെ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്, കാരണം ഇവിടെ ഒരു 15 മിനിറ്റിന് ഹയർ വന്നു. ഇവിടെ ആൾക്കാരുകൾ വാങ്ങിച്ചിട്ടുണ്ടാവും, കാരണം വ്യൂ ആപ്പ് ഇത് മേലോട്ട് കൊണ്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേര് ബയേഴ്സ് കൂടി ഉണ്ടാവും. അപ്പോൾ ബയേഴ്സൊക്കെ നമ്മൾ താഴോട്ട് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇവിടെ ട്രാപ്പ് ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ട്, നമുക്കറിയാം. നമ്മൾ ഇവിടെ ഒരു ബൈ ചെയ്തു. ആ ബൈ ചെയ്ത സാധനം ഇവിടെ മേലോട്ട് വന്ന് ഇവിടെ വരെ റെസിസ്റ്റ് ചെയ്യാൻ താഴോട്ട് നല്ലൊരു ഡ്രോപ്പ് കിട്ടി. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. സോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ട്രാപ്പ് ആവണോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇവിടെ വ്യൂ ആപ്പിനെ റെസിസ്റ്റൻസ് ചെയ്തു ABCD പാറ്റേൺ ഇവിടെ മേലോട്ട് പോയി താഴോട്ട് വന്ന് ഇവിടേക്ക് പോകാനുള്ള ആൾക്കാരുടെ ഇവിടെ മേടിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് പെട്ടെന്ന് ഒരു ഹ്യൂജ് ക്യാൻഡിൽ ഇവിടെ വന്നു, നമ്മൾ ഇവിടെ സെല് ചെയ്തു 23.01 നിന്ന് 22.86 വളരെ വലിയൊരു പ്രോഫിറ്റ് ആണ് കിട്ടിയത്. നമുക്ക് ഇവിടെയൊക്കെ വെച്ച് എക്സിറ്റ് ചെയ്യാം, കാരണം ഇങ്ങനെ പെട്ടെന്നൊരു റിജക്ഷൻ വന്നത്. അപ്പോൾ നമ്മളിത് സ്മാർട്ടായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ടാവും, ഇവിടെ വാങ്ങിച്ചിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ചെയ്തു, ഇവിടെ ആൾക്കാർ വന്ന് ബൈ ചെയ്തു. ഇവിടെ സെല് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടണം. ചില ദിവസങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടായിരുന്നു വരും. എങ്കിലും ഒരുപാട് ട്രാപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്ത് ഭയങ്കര ബിഗ് പ്രോഫിറ്റ് കിട്ടും. ഇത് വേറെ ഇതാണ്. ജസ്റ്റ് ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ വരെ ചെയ്തു, അത് 5 മിനിറ്റ് 9:30 ഇവിടെ അവസാനിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ റെസിസ്റ്റൻസ് ചെയ്ത് വി വാപ്പിനെ റെസിസ്റ്റൻസ് ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ സെല് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ 15 മിനിറ്റിൻ്റെ ബ്രേക്ക് ഔട്ടിന് കുറേ പേരും സെല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെല് ചെയ്ത് കുറേ പേര് ഇവിടെ സെല് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സെല് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ മേലേക്ക് പെട്ടെന്ന് ഇവിടെ വി വാപ്പിൻ്റെ മേലേക്ക് ക്യാൻഡിൽ വന്നു, ഫുൾ ക്യാൻഡിൽ ഫോം ചെയ്തു. ഒരു ഫുൾ ക്യാൻഡിൽ ഫോം ചെയ്താലേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ, കാരണം ഇതൊന്നൊരു ട്രേഡ് എടുക്കുന്നതിന് തുല്യമാവില്ല. ഇവിടെ ഫുൾ ക്യാൻഡിൽ ഫോം ചെയ്തു, ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു. പിന്നെ അറിയാമല്ലോ ബിഗ് മൂവ്മെൻറ്റിന് കിട്ടിയത് 21.94 22.13. ഞാൻ HDFC റാൻഡമായിട്ട് തന്നെ എടുത്തതാണ്, അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് ഈ സ്റ്റോക്കിന് പ്രത്യേകിച്ച് വേറെ ഏത് സ്റ്റോക്ക് എടുത്താലും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇത് വേറെ എക്സാമ്പിൾ. ഇവിടെ ഫുള്ള് ഗ്രീൻ റെഡ് ക്യാൻഡിൽ വന്നു, ഫുള്ള് സെൽ ഓഫ് ആണ്. ഇവിടെ കുറേ സെല്ലേഴ്സ് എടുത്തു, ഇത് മേലോട്ട് ഫുൾ ക്യാൻഡിൽ വന്നു. ഇവിടെ നമ്മൾ ബൈ എടുത്തു, ഫുള്ള് ബ്രേക്ക് ചെയ്തിട്ട് 22.06 നിന്ന് 22.19. അപ്പോൾ നമ്മളിങ്ങനെ ട്രാപ്പായി കൊടുത്ത് മേടിക്കുന്നത് നമ്മളിങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ട്രെൻഡിൻ്റെ കൂടെ പോകണമെന്ന് കുറച്ച് കൂടി ബെറ്റർ, കാരണം ഇവിടെ നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്തു, മേലോട്ട് വന്നു, ഇവിടെ റെസിസ്റ്റൻസ് ചെയ്തു, വീണ്ടും താഴോട്ട് വരുന്നു. അപ്പോൾ ഇത് സ്റ്റോക്സുകൾ മേടിക്കാനുള്ള ഓപ്പറേറ്റേഴ്സും വലിയ വലിയ ബയേഴ്സൊക്കെ ആയത് ഒരു മണിക്കൂറിലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ വല്ല ബിഗ് വോളിയം ക്യാൻഡിലൊക്കെ നമുക്ക് കാണണം മേലോട്ടൊക്കെ മേടിക്കാൻ. അപ്പോൾ നമുക്കിവിടെ സെല് ചെയ്യാം, താഴോട്ട് പോകാം.
ഓക്കെ. നമ്മൾ ട്രാപ്പ് ഉള്ളത് വേറൊരു ട്രാപ്പ് ഇവിടെ വന്നു. ഫുൾ ഇങ്ങനെ വ്യൂ ആപ്പിന് താഴെ ഇങ്ങനെ റെസിസ്റ്റൻസ് ചെയ്തിരുന്നു. ഇവിടെ ബ്രേക്ക് ഔട്ട് 1 2 3 ദൈവത്തിന് 15 മിനിറ്റ്സിൻ്റെ താഴോട്ടുള്ള ബ്രേക്ക് ഔട്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ട് വന്നു, താഴോട്ട് പോയില്ല. കുറേ പേര് ഒരു മേടിച്ചവരൊക്കെ ഇവിടെ സ്റ്റക്കായി. പിന്നെ മേലോട്ട് ഫുൾ ക്യാൻഡിൽ ഇപ്പോൾ ഫോം ചെയ്തു. ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, നമ്മളിവിടെ ബൈ ചെയ്തു. ഓ മൈ ഗോഡ്, 220 നിന്ന് 22 30 വളരെ ബിഗ് ഒരു മൂവ്മെൻറ്റിൽ കിട്ടിയത്. ഇതിനെ ട്രാപ്പ് ആവാന്ന് പറയുന്നത്. എല്ലാതും ട്രാപ്പ് എന്ന് പറയാനില്ല. ഇതിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ടായി 22 20 ഇവിടെ വരെ വന്നു. 22 0 ഒരു അത്യാവശ്യം നല്ല പ്രോഫിറ്റൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. പിന്നെ മേലോട്ട് വന്നു. ചെറിയ ട്രാപ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കൂടുതൽ റെസിസ്റ്റൻസ് താഴോട്ട് പോകുമ്പോൾ അതിന് ട്രാപ്പ് എന്ന് പറയാൻ പറ്റും. വേറെ ഉദാഹരണം, ഇത് അടുത്ത ഉദാഹരണം 1 2 3 15 മിനിറ്റിൻ്റെ ക്യാനിൽ ഇവിടെ ബ്രേക്ക് ഔട്ടായി താഴോട്ട് വന്നു. ഇവിടെ നമ്മൾ സെല്ലേഴ്സ് വന്നു, ഒരുപാട് സെല് ചെയ്തിട്ടുണ്ടാവും, ബ്രേക്ക് ഔട്ട് ചെയ്ത് സെല് ചെയ്തിട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് നല്ലൊരു റെഡ് ക്യാനിലാണ് 15 മിനിറ്റിന് വന്നിരിക്കുന്നത്. ഇവരൊക്കെ ട്രാപ്പായി. ഇവിടെ വന്നപ്പോൾ റെസിസ്റ്റൻസ് എടുത്ത് ഇവിടെ നമ്മൾ ബൈ ചെയ്തു. ബൂം. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറുതും എന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഭയങ്കര ബിഗ് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു നോളജിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സ്റ്റോക്കുകളൊക്കെ എടുത്ത് വീഡിയോ ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി ഇങ്ങനത്തെ സൈക്കോളജിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.